ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ 10 ദിവസം നീളുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഇന്ന് കന്യാകുമാരിയിൽ തുടക്കമാവുന്നത്. കന്യാകുമാരി നാഗർകോവിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദേശയാത്ര തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ പര്യടനം നടത്തും. കേരളത്തിൽ 15 കേന്ദ്രങ്ങളിലാണ് യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. 28-ന് കർണാടകയിലെ മംഗലാപുരത്ത് പൊതുസമ്മേളനത്തോടെ യാത്ര സമാപിക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളും പോഷക സംഘടനാ നേതാക്കളും ഉൾപ്പെടെ 100 സ്ഥിരാംഗങ്ങൾ സന്ദേശയാത്രയെ അനുഗമിക്കും. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് വന്ന സംഘടനയാണ് സമസ്തയെന്നും സമസ്തയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്നും മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സന്ദേശയാത്ര എന്നല്ലേ പറയുന്ന ലക്ഷ്യം. പിന്നെ സമ്മേളനത്തിന്റെ ഒരു വിളംബരം, സമ്മേളനത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമസ്തനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമസ്ത എന്താന്ന് മനസ്സിലാവാത്ത പലരും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതൊക്കെ തന്നെ ലക്ഷ്യം. സമസ്തയുടെ 100 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പ്രസിഡന്റ് നയിക്കുന്ന ഒരു യാത്ര കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ നടക്കുന്നത്. സന്ദേശയാത്രയുടെ പതാക സമസ്ത സെക്രട്ടറി പ്രൊഫസർ സി ആലിക്കുട്ടി മുസ്ലിയാർ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കൈമാറി. യാത്രയുടെ മുന്നോടിയായി വരയ്ക്കൽ മഖാം, മമ്പുറം പള്ളി, പാണക്കാട് മക്ബറ, വാഴക്കാട് മഖാം, ഇടിയങ്ങര ഷൈഖ് പള്ളി എന്നിവിടങ്ങളിൽ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്ദർശനം നടത്തി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര ബഹിഷ്കരിക്കാൻ ഒരുങ്ങി സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം. യാത്രയുടെ പതാക കൈമാറ്റം, പാണക്കാട് നിന്ന് നടത്താത്തതിൽ പ്രതിഷേധം, സമ്മേളന പ്രവർത്തനങ്ങൾ വിഭാഗീയമെന്ന ലീഗ് അനുകൂലികൾ. ഇത് ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടാവാം, കോൺഗ്രസുകാരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം. ഈ എല്ലാ പാർട്ടിക്കാരും ജമാഅത്തെ ഇസ്ലാമി അപകടകാരികളാണെന്ന് പറയുന്നവരാണ്. ഇടതുപക്ഷം വളരെ ശക്തമായ ഭാഷയിൽ പറയാറുണ്ട്. മുസ്ലിം ലീഗ് ഇന്നും ആ നയം ഉണ്ട് എന്ന് ഇതാ ഇന്നലെയുള്ള ചന്ദ്രികയിലും മുനീറിന്റെ റിപ്പോർട്ട് ഇതിൽ വ്യക്തമായി പറയുന്നു. കോൺഗ്രസുകാര് വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ പറയാറുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയക്കാര് പോലും പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന് മറ്റുള്ള മതസ്ഥരുടെ ഇടയിൽ ഇസ്ലാമിൽ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ചെറിയ രീതിയിലെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ അധികം അപകടം പിടിച്ച വാദങ്ങളുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ എന്തിനാണ് ചേളാരി സമസ്ത ഇപ്പോൾ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ചേളാരി സമസ്ത ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിഡൻ അജണ്ടകൾ ചെറുതല്ല. ഇത് കേവലം ഒരു ആരോപണമല്ല, വസ്തുതകളാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളത്. സമസ്ത രണ്ടായി പിളർന്നതിന്റെ ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമി ചേളാരി സമസ്തയുമായിട്ടുള്ള ബന്ധം ചെറുതല്ല. അവരുടെ 85ാം വാർഷിക സമ്മേളനം 4 ദിവസമാണ് അവർ ആ പാടത്ത് നടത്തിയത്. അതിലെ ചർച്ചാ വിഷയമൊന്നും ഞങ്ങൾ പറയുന്നില്ല. AP ഉസ്താദിന്റെ പച്ചത്തെറി, ഒരു മുടിയും, ഇതാണല്ലോ അവർക്ക് ആകെ പറയാനുള്ള മാറ്റർ. ആഗോള മുസ്ലിമീങ്ങളെ വിഷയം അവർ ചർച്ച ചെയ്യാറില്ല. അവർക്കിട്ട് അത്തരം വിഷയങ്ങൾ അറിയാറുമില്ല. അതിരിക്കട്ടെ, ആ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ സമ്മേളന നഗരി സന്ദർശിക്കുന്നു. അവിടെ മാത്രമല്ല സഹോദരങ്ങളെ, ജമാഅത്തിന്റെ നേതാക്കന്മാർ പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ചേളാരി സമസ്തയിലെ മൊയ്ലിയക്കന്മാർക്ക്.
പ്രാർത്ഥിക്കുന്നത് ദൈവിക അദാബുകളൊന്നും കൂടാതെ സമ്മേളനം റാഹത്താകട്ടെ. അപ്പൊ ചേലാരി കമ്പനിയിലെ മൊയ്ലിയക്കന്മാര് ആമീനെന്ന് ഉത്തരം പറയും. അല്ല മൊയ്ലിയന്മാരെ, ജമാഅത്തേരെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാനാ സമസ്ത ഉണ്ടാക്കിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് എത്ര വിരോധാഭാസമാണ്. ഇനി ആ സമ്മേളന നഗരിയിൽ ജമാഅത്തേരെ പുസ്തകമേള, IPH പുസ്തകമേള, മുജാഹിദിന്റെ പുസ്തകമേള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ കൂട്ടരെ സമസ്ത ഉണ്ടാക്കിയത്? എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ഈ മുജാഹിദിന് ജമാഅത്തിന്റെ ഒക്കെ ബുക്ക് പഠിപ്പിക്കാനാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്? നിങ്ങൾ പറയണം, ഇത് നിങ്ങളെ സമ്മേളനത്തിൽ നിങ്ങൾ ചെയ്തതല്ലേ? കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സകല വിവാദങ്ങളിലും ഊർജം പകർന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട് അത് കേരള മുസ്ലിമീങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം കാണാം എന്റെ സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ അവരുടെ സമ്മേളന നഗരി സന്ദർശിക്കുന്ന ഫോട്ടോയും, അതേപോലെ ചേലാരി സമസ്തന്റെ 55ാം വാർഷികത്തിൽ ജമാഅത്തേരെ ബുക്കുവേള, മുജാഹിദിന്റെ പുസ്തകശാല കച്ചവടത്തിനുള്ള പുസ്തകശാല, അതേപോലെ ചേലാരി സമസ്തയിലെ ഒരു കഥയില്ലാത്തൊരു മൊയ്ലിയരുണ്ട്, മന്ത്രിമാരെ കൈവെട്ടാനും എല്ലാരും മോലിയമാര് പണിയെടുത്താ പോലെ, രാഷ്ട്രീയക്കാരെ കൈവെട്ടലൊക്കെ മോലിയമാരെ പണിയാ. നിങ്ങൾ ആലോചിച്ചോളാം, അത്ര കഥയേ ഉള്ളൂ. ആ ഒരു മൊയ്ലിയര് അവരുടെ കൂടാരത്തിലുള്ള ആ മുസ്ലിയാരെ ഫോട്ടോ വരുന്നത് എവിടെയാണെന്നറിയോ? സമസ്തയുടെ സോവനീറിലല്ല. എവിടെയാ വരുന്നത്? മുജാഹിദിന്റെ സമ്മേളന സോവനീറിൽ. ഇവരുടെയൊക്കെ നേതാക്കളെ ഫോട്ടോ നിങ്ങളെ കൂടാരത്തുനിന്ന് 81-ന് 89-ൽ എന്തിനാ താജുലുൽമ തങ്ങൾപ്പാപ്പ ഇറങ്ങിയതിപ്പോ തിരിഞ്ഞോ? നിങ്ങൾക്ക് ഇനി തിരിയില്ലെങ്കിൽ നിങ്ങൾ നട്ടം തിരിഞ്ഞോണ്ടേയിരിക്കണം. ഇതുകൊണ്ടാണ് മഹാനായ താജുലുൽമ തങ്ങൾപ്പാപ്പയ്ക്ക് നേരത്തെ തന്നെ ഇങ്ങോട്ട് പടിയിറങ്ങിപ്പോന്നത്. കേട്ടോളൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സമസ്ത സമ്മേളന നഗരിയിൽ ജമാഅത്ത് മുജാഹിദുകൾക്ക് സ്റ്റാളനുവദിച്ചു നൽകി. ജമാഅത്ത് പ്രതിനിധികൾ സമ്മേളന നഗരി സന്ദർശിച്ചതും സമസ്ത പ്രതിനിധികൾ സ്വീകരിച്ചതും പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. സമസ്ത മാറിയെന്നോ മാറിയത് സമസ്തയല്ലെന്നോ എങ്ങനെ പറയലാണ് എളുപ്പം. വിധയികളൊരുക്കിയ ഇഫ്താറിന് ചെന്ന് സൗഹൃദം കൂടിയതും മറക്കാനായില്ല. SKSSF നേതാവ് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ചിത്രം മുജാഹിദ് സുവനീറിൽ അച്ചടിച്ചു വന്നത് വിധയി ബന്ധത്തിന്റെ മറ്റൊരു തെളിവാണ്. നബി അലൈഹി സ്വലാമിന്റെ കണ്ടല്ലോ നിങ്ങൾ, കേട്ടല്ലോ നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാര് സമ്മേളന നഗരിയിൽ. ഇത് കേവലം ഓല 2 നേതാക്കന്മാര് സമ്മേളന നഗരി സന്ദർശിക്കാൻ പോയത് മാത്രമല്ല ഇവരായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവൊന്നും. ഞങ്ങൾക്ക് അനവധി സംഭവങ്ങൾ അറിയാം. ഞാൻ മറ്റൊന്ന് കാണിക്കാം. അബുൽ അഅല മൗദൂദിയുടെ ഒരു ഖുർആൻ വ്യാഖ്യാനമാണല്ലോ തഫ്ഹീമുൽ ഖുർആൻ. ആ തഫ്ഹീമുൽ ഖുർആൻ അതിന്റെ മലയാള പതിപ്പ് ലണ്ടനിൽ പ്രകാശനം ചെയ്തപ്പോൾ ആ ചുവന്ന വര സ്ക്രീനിൽ കാണുന്നു. മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണത്. ലണ്ടനിലെ മൗദൂദിന്റെ ഖുർആൻ പതിപ്പ് പ്രകാശനം ചെയ്തപ്പോൾ സഹോദരങ്ങളെ, ആരാണതിൽ പങ്കെടുത്തത്? തിരുകേശ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഒരു നേതാവ് ആരാണത്? മമ്പുറം മക്കാമിന്റെ സ്വത്തും വാങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് സകല അവിടെയുള്ള കുട്ടികൾക്കും ബിദഅത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തലപ്പാവണിയിച്ച മൗദൂദികളെ സൃഷ്ടിക്കാൻ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഡോക്ടർ ബഹാവുദ്ദീൻ. അതാ മാധ്യമത്തിൽ അയാൾക്ക് നിഷേധിക്കാൻ കഴിയും. അയാൾ ആ ചടങ്ങിൽ പങ്കെടുത്താൽ എന്താ ഈ മുസ്ലിം സമൂഹം മനസ്സിലാക്കുക? ജമാഅത്തെ ഇസ്ലാമി ഒരു അപകടകാരിയാണ് എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മതസംഘടനകളൊക്കെ ഒരേപോലെ പറയുമ്പോൾ ചേലാരി കമ്പനി
ജമാഅത്തേരെ ബുക്ക് വിൽക്കാനും അവരുടെ ഖുർആൻ പരിഭാഷ അതേപോലെ അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങുകളിലൊക്കെയും പങ്കെടുക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആലുവയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ക്യാമ്പയിൻ, ക്യാമ്പയിനിൽ 25 ഹുദവികള് ചേളാരി സമസ്ത സമർപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചോ? ഇനി നിങ്ങൾക്ക് സമസ്തയുടെ ആശയം പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? നിങ്ങളെ ഞങ്ങൾക്ക് സമസ്ത പഠിപ്പിച്ചിരുന്നത്, നിങ്ങളെ സമസ്ത ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യം. ഇനി സമസ്ത കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അതേതാണെന്നറിയോ? മഹാനായ താജുൽ ഉലമ തങ്ങൾ പ്രസിഡന്റും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സമസ്തയല്ലാത്ത വേറൊരു സമസ്ത ഏതാ കേരളത്തില്? നിങ്ങളുണ്ടാക്കിയ സമസ്ത എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനാ ജമാഅത്തേരെ ബുക്ക് വെക്കാൻ. അതിനു വേണ്ടിയിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ പടച്ചോനാണ് സത്യം, സമസ്ത ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവരെ പോക്കെങ്ങട്ടാന്നുള്ളത്. അതേപോലെ ഈ ഡോക്ടർ ഉണ്ടല്ലോ, ഈ ഡോക്ടർക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ ആഗോള പണ്ഡിതനാണ് ഈ ഡോക്ടർ. AP ഉസ്താദ് ഈജിപ്തിൽ പോകുന്നു, AP ഉസ്താദ് മൊറോക്കോയിൽ പോകുന്നു. പല ഭാഗങ്ങളിലും പോകുമ്പോ ചേലാരി മൊയ്ലിയക്കന്മാർക്കും ഒരാഗ്രഹം, നമ്മളെ ഉസ്താദന്മാരും പോയാൽ എന്താ? പോയി മൂപ്പർ ആര്? ഡോക്ടർ പോയി. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് ഇവിടെ വിശദീകരിപ്പിച്ചതാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങളൊരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യല്ല. നിങ്ങൾ ഈ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്ന് കൃത്യമായി ഞങ്ങൾ സമൂഹത്തോട് പറയുകയാണ്. ആ മനുഷ്യൻ പോയതെടുക്ക. കഴിഞ്ഞ മാസത്തിൽ അയാൾ പോയതെടുക്ക ഇറാനിലേക്കായിരുന്നു. എന്തിനാ ഇറാനിൽ പോയത്? ഷിയാക്കളെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ഷിയാക്കൾ എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഗ്രൂപ്പാണല്ലോ. എവിടുന്ന ഈ കൗമൊക്കെ വരുന്നത്? ലോകത്ത് അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷമല്ലേ ഷിയായിസം? ആ ഷിയാക്കളെ സമ്മേളനത്തിൽ ഇവരെ ഡോക്ടർ പങ്കെടുത്തു. ആണും പെണ്ണും ഒക്കെ ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ അമ്മാതിരി ചോദ്യം അവിടെ വലിയ അർത്ഥമൊന്നുമില്ല. ആണും പെണ്ണൊക്കെ ഒരു സ്റ്റേജിൽ. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങളുടെ ഡോക്ടർ നെഞ്ചു വിരിച്ചിട്ട് സുന്നി പറയാൻ പോയതാണ്. നല്ല നെഞ്ചു വിരിച്ച് സുന്നി പറഞ്ഞതന്നെ. അയാൾ എന്തെന്ന് അവിടെ പോയി പറഞ്ഞു? അയാൾ ഒന്നും പറഞ്ഞില്ല. അവിടെ ഷിയാക്കളെ സമ്മേളനത്തിൽ സുന്നി പറഞ്ഞ് പോരഞ്ഞ് ഓടലുമ തലനുണ്ടാവില്ല. നോക്കണം നിങ്ങൾ, എവിടേക്കാ ഇവര് കൂട്ടിക്കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് അവര് വ്യതിചലിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഓ, ഇവിടെ ഒരു വരദാനത്തെ കൊണ്ടുവന്നിരുന്നു അത്ര. ആർക്കും വേണ്ടാത്തത് അണ്ണാച്ചിയെടുക്കുമെന്നൊരു പഴമക്കാര് പറഞ്ഞു കേട്ടൊരു ചൊല്ല് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കേസറ്റ് കച്ചവടം ചെയ്ത ഒരു പരിചയമാണ് അയാൾക്ക് ഉണ്ടാവുക. അയാൾ എന്നെ കുറെ കാര്യം ഉണ്ടാക്കിയ കേസറ്റ് ഇറക്കതാണ് പരിപാടി. എന്നിട്ട് ഈ മനുഷ്യനെ എന്തിനാണെന്ന സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്തിട്ട് ഞാൻ അറിഞ്ഞത്, കേരളത്തിൽ ആരും അയാൾ എടുക്കാതെ വന്നപ്പോൾ പടച്ചവനെ ഇത്രയും മോശപ്പെട്ടൊരു നാടായിട്ട് ഇല്ല. ഈ നാടിന് മോശമില്ല കേട്ടോ. അതെന്താ അറിയോ? ചങ്ക പറയുന്ന മാതിരി ഒരാളിവിടെ വേറെ ഉണ്ടല്ലോ. അപ്പോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയതെന്താ അറിയോ? ഒരു പ്രസ്ഥാനം അധപ്പതിക്കുകയാണെങ്കിൽ എത്രത്തോളം എന്നതിന്റെ തെളിവാണ് ഈ ഒരു മനുഷ്യനെ ഇവരിപ്പോ വ്യാപകമായിട്ട് സമസ്ത വിശദീകരിപ്പിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുകയാണ്. ഇവിടെയും ഏറ്റവും നല്ലത് അയാൾക്ക് പാർക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നല്ല ചങ്ങായിനെ കിട്ടുകയും ചെയ്തിട്ടുള്ളത്. കാരണം രണ്ടാൾക്കും ഒരു വിഷയത്തിൽ നല്ല കുഫുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല, പക്ഷെ രണ്ടാൾക്കും തമ്മിൽ ഒന്നിക്കാൻ പറ്റുന്ന ഒരു യോജിപ്പിന്റെ മേഖലയുണ്ട്. അതിൽ നല്ല ഉഷാറ രണ്ടാളും. നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കടം ചോദിക്കുമ്പോ ഞാൻ അത്ര ഇപ്പം പറയുന്നുള്ളൂ അല്ലേ? അത് രണ്ടാളെ കുറിച്ച് അറിഞ്ഞവർക്കൊക്കെ അറിയാം. ഇരിക്കട്ടെ, ഏതായിരുന്നാലും എന്റെ സുഹൃത്തുക്കളെ, സംഘടനാ അച്ചടക്കത്തിന്റെ പേരിൽ
അച്ചടക്ക രാഹിത്യം ചെയ്തതിന്റെ പേരിൽ സംഘടനക്ക് പടിക്ക് പുറത്തു നിർത്തിയൊരു മനുഷ്യൻ. ആ സമയത്ത് അയാൾ ഇവിടുത്തെ ചില ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് അയാൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയുന്ന വിഷയമാണല്ലോ. ഞാനിപ്പോ അതൊന്നും ഇവിടെ കാണിക്കാനോ കേൾപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ അയാൾ തന്നെ പറയുന്നുണ്ട് എന്തറിയോ, ഈ ദാറുൽ ഹുദ എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനം, ഡോക്ടറെ സ്ഥാപനം, ഇവരെ സമസ്ത നടത്തുന്ന സ്ഥാപനം, മമ്പർത്ത മക്കാം ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് ബെല്ലുമില്ല ബ്രേക്കും ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അത് മാത്രവുമല്ല, സർസയ്യിദിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയത് എന്നും ദാറുൽ ഹുദ പ്രത്യേക ഒരു സംസ്കാരമാണ് വെച്ചു പുലർത്തുന്നതെന്നും ആ സംസ്കാരത്തിന് ബെല്ലും ബ്രേക്കും ഇല്ല. അപ്പൊ ഇയാൾ അവർക്ക് പോയോടുകൂടെ ബെല്ലും ഉണ്ടായി, ബ്രേക്കും ഉണ്ടായി, ക്ലച്ചും ഉണ്ടായി. മനുഷ്യന് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പൈസ ഏതെങ്കിലും കോലത്ത് കിട്ടുക എങ്ങനെയൊക്കെ പറയാനാ? എന്താ ഈ ആദർശത്തിന്റെ ഒക്കെ നിലയും വിലയും? ഞങ്ങൾക്ക് വേണ്ട, കൊണ്ടുവരുന്നോളി, പക്ഷെ വഴിയിലിടരുത്, അയാളെങ്ങനെ മരിച്ചോളം കൊണ്ടുവരുന്നോളി. ഏതായിരുന്നാലും അയാള് ദാറുൽ ഹുദക്കെതിരെയും ചേലാരി സമസ്തക്കെതിരെയും അയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾ കേട്ടോളിങ്ങള്. പിന്നാലെ ഇവർ പോവാനുള്ള കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദർശത്തിൽ നിന്നുള്ള വ്യതിചലനം, സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക്, ഇത് രണ്ടും സംഭവിക്കുകയും ഇവരുടെ നേതാക്കൾ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കലാലയമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ഒരിക്കലും അതല്ല എന്ന് നാം തീർത്തു പറയാൻ പറ്റുന്നു. അങ്ങനെ പറയുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് ഒരു അക്കാദമി ഉണ്ട്. അവർ യൂണിവേഴ്സിറ്റി എന്ന് പറയും, നമ്മളൊരു കോളേജ് എന്ന് പറയും. അങ്ങനെ ആ ഒരു ദാറുൽ ഹുദ എന്ന സ്ഥാപനം മുന്നോട്ടുന്ന ഒരു പുതിയ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് സത്യത്തിൽ ബെല്ലുമില്ല ബ്രേക്കും ഇല്ലാത്തതാണ്. സത്യത്തിൽ ഇസ്ലാമിക സംഹിത മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു സംസ്കാരമാണ്. കാരണം ആ സ്ഥാപനത്തിന്റെ ഉയർപ്പിന്റെ കാരണങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഇതിന്റെ മോട്ടിവേഷൻ നൽകിയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ആരിൽ നിന്നൊക്കെയാണ് പ്രചോദനമായത്? പ്രചോദനമായി മാറിയ ആളുകളെ എണ്ണുന്നത് സർസയ്യിദിനെയാണ്. ബൈബിളിൽ നിന്ന് പരിഭാഷ എഴുതാനും അല്ലെങ്കിൽ അതിന്റെ ടിപ്പണി എടുക്കാൻ വേണ്ടി ശ്രമിച്ച സർസയ്യിദ്, ബ്രിട്ടീഷുകാരിൽ നിന്നും അതിന്റെ പേരിൽ മാത്രവും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചതിന്റെ പേരിലും കുരിശണിഞ്ഞ മാല സമ്മാനമായി ലഭിച്ച സർസയ്യിദ്, എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോ വഹാബിയായി മാറിയെന്ന് വഹാബികൾ തന്നെ പറയുന്ന ഒരുപാട് വിദണ്ഡവാദങ്ങളെ 40-45ഓളം വിദണ്ഡവാദങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ വാദങ്ങൾ മുഴുവൻ ഉന്നയിക്കുന്ന സർസയ്യിദാണ് ഞങ്ങളുടെ ഈ പ്രചോദനം, ഈ സ്ഥാപനത്തിന്റെ പ്രചോദനം എന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനം ദാറുൽ ഹുദ എന്ന സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരമുണ്ട്. ദാറുൽ ഹുദയുടെ VC ബഹൗദ്ദീൻ നദ്വിയാണ്. അദ്ദേഹം ഫൈസിയാണ്. പക്ഷെ നദ്വി എന്ന പേര് ഉപയോഗിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യം. എവിടെ ചെന്നാലും അദ്ദേഹം ഉപയോഗിക്കുന്നത് നദ്വിയാണ്, ഫൈസി എന്നുള്ളതല്ല. അതൊന്ന് പ്രത്യേകം വീക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. കേട്ടല്ലോ നിങ്ങള് എന്തൊക്കെ പേര് പറഞ്ഞത്? ഈ പോയ മനുഷ്യൻ ആലോചിക്കേണ്ട എന്താ? സർസയ്യിദിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ CD ഉണ്ടല്ലോ, ഇത് ഇയാളെന്നെ അഭിമുഖം ഉണ്ടാക്കും, ഇയാളെന്നെ ഇറക്കും. ഇത് ഇയാളെ പണിയാണ്. ഇയാൾക്ക് CD കച്ചവടം നടക്കണം, ഇയാളെ പണിയാണ്. അതല്ലാതെ സംഘടന ഏൽപ്പിച്ചിട്ട് ഇയാൾ നടത്തിയ ഒരു അഭിമുഖമൊന്നും അല്ലത്. അതന്നെ ഇയാളെ പരിപാടി. അത് ഇയാളെ അടുക്കളയിൽ നിന്നിട്ട് നടത്തും അഭിമുഖം, കൊലായിൽ ഇരുന്നിട്ടും അഭിമുഖം, പൂമോത്ത് ഇരുന്നിട്ടും അഭിമുഖം, അതിന്റെ നിന്നൊക്കെ CD കച്ചവടം ഇങ്ങനെ നടക്കണം, മൂപ്പര കച്ചവടം ഇങ്ങനെ നടക്കണം. അതാണ് ആവശ്യം. ഇരിക്കട്ടെ, ഏതായിരുന്നാലും എന്തൊക്കെയാ പറഞ്ഞത്? ഇനിയിപ്പോ ഈ മനുഷ്യൻ അപ്പുറത്തേക്കാണ് പോയപ്പോ ദാറുൽ ഹുദക്ക് എന്തുണ്ടായി? ബെല്ലുണ്ടായി, ബ്രേക്കും ഉണ്ടായി, ക്ലച്ചും ഉണ്ടായി. ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണെന്ന് പറഞ്ഞു. അതൊന്നുമില്ല, ഒരു നടുക്കഷ്ണത്തിലാണ് ആദർശത്തിന്. എന്തൊരു കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിനേക്കാളും വലിയ തൊലിക്കെട്ടി വേണ്ടേ? ഇവിടെ പറഞ്ഞു അത്ര AP ഉസ്താദിന്റെ കണ്ടാമൃഗം കാണുകയാണെങ്കിൽ കണ്ടാമൃഗം ചോദിക്കോത്ര എന്ത്, നിങ്ങളെ ആ തോല് എനിക്ക് തരുമോ? എനിക്ക് ധരിക്കാനാണ്. ഇതിനൊന്നും ഇപ്പൊ ഞങ്ങൾ പിന്നെ മറുപടി പറയാറില്ല. ഞങ്ങളതിനൊന്നും മറുപടി പറയാറില്ല. കാരണം നിങ്ങളെ നാവിലൂടെയൊക്കെ വരുന്ന വർത്തമാനങ്ങൾക്കൊന്നും മറുപടി പറയാനല്ല. ഈ നാട്ടില് സത്യാന്വേഷണത്തോടെ ഈ പരിപാടി വീക്ഷിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഞങ്ങൾ അവരോട് ചില കാര്യം പറയാം. കണ്ട സുഹൃത്തുക്കൾ, ഇനി മാത്രമല്ല ഇയാൾ പറയും, നോക്കൂ, ദാറുൽ ഹുദ സിനിമക്ക് അനുകൂലമാണ്. അതിനൊരു തെളിവും ഞാൻ 2 ദിവസം മുമ്പ് ഫറോക്കിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഞാൻ ഇദ്ദേഹം ദാറുൽ ഹുദ സിനിമക്ക് അനുകൂലാണ് എന്നുള്ള വിഷയത്തിന് ശേഷം ഞാൻ ഒരു ദാറുൽ ഹുദയിലെ സ്റ്റുഡൻസ് ഒരു സിയാറത്ത് ടൂറിന് പോയ ഒരു വാർത്ത കേട്ടിരുന്നു. അപ്പോ അതിലെ ഡ്രൈവർ ബസ്സിലെ ജീവനക്കാരനാണ് പറഞ്ഞത്, ഇതിന് അയാൾ എന്റെ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞ അയാൾ എന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ, അതായത് അത് പറയാൻ കാരണം എന്താ വെച്ചാല് അതിന്റെ തൊട്ടു മുമ്പ് അവരുടെ ബസ്സിൽ ഞങ്ങളൊരു സിയാറത്ത് ടൂർ പോയിരുന്നു, കുറെ മുത്തഅല്ലിമീങ്ങളും പ്രവർത്തകരൊക്കെ ആയിട്ട്. അപ്പൊ സിയാറത്ത് ടൂറിൽ ബസ്സിൽ നമ്മൾ ഇട്ട് കൊടുത്ത CD എന്താണ്? ബുർദന്റെ CD ഉണ്ടാവും, നല്ല വഴലിന്റെ CD ഉണ്ടാവും. അത് കഴിഞ്ഞ് പിറ്റേന്ന് പോണതാരാ? വണ്ടിക്കാർക്ക് എല്ലായിടത്തും പോവല്ലോ. പിറ്റേന്ന് പോണതാരാ? ദാറുൽ ഹുദയിലെ കുട്ടികളാണ്. അപ്പോ ബസ്സുകാരുടെ അടുത്ത് വന്നിട്ട് ഇവര് ചോദിക്കുകയാണ്, എന്ത് അല്ല നിങ്ങളടുത്ത് വല്ല CD ഉണ്ടോന്ന് ചോദിച്ചോ. അപ്പൊ പറഞ്ഞു, പിന്നെ ഞങ്ങളടുത്തുള്ള CD നിങ്ങൾക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, അത് ഫിലിമും പലതും ഒക്കെ ഉണ്ടാവും പറഞ്ഞു. അല്ല അത് കുഴപ്പമില്ലാന്ന് അത്ര പേര്. എന്നിട്ട് ഇവര് CD കൊടുന്നു കൊടുക്കുകയാണ്. 4 CD ആ മനുഷ്യനോട് പറഞ്ഞതാ, ഞാനാണ് ആ 4 CD ഇട്ടെടുത്തത്, സിനിമയുടെ 4 CDകൾ. അപ്പൊ ഇത് കാണാനൊക്കെ പറ്റുമോന്ന് ഈ ബസ് ജീവനക്കാരവരോട് ചോദിക്കുമ്പോ ഇവർ അനൗൺസ് ചെയ്യാണ് ഇത്ര, എന്ത് അമീർ എല്ലാവരും തൊപ്പി താഴെ വെക്കേണ്ടതാണ്. നോക്കണം നിങ്ങള്, ഇതൊക്കെ എവിടുന്നാന്നറിയോ? ഞാൻ ഇതൊക്കെ പറഞ്ഞെന്തിനറിയോ? ആ സ്ഥാപനത്തെ അധിക്ഷേപിക്കാൻ ഇങ്ങനെ മോശപ്പെടുത്താനും അല്ല. പിന്നെ എന്തിനാ പറഞ്ഞത്? ജമാഅത്തേരാണ് ദാറുൽ ഹുദയും. ജമാഅത്തേരെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവിനോട് ചോദിക്കുന്നുണ്ട് സിനിമ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അതിന് മൂപ്പര് ഉത്തരം എന്താ അറിയോ? ഓരോ പ്രവാചകന്മാരും അതാത് കാലത്തെ ആനുകാലിക പ്രബോധന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കും അതാവാം. അതുകൊണ്ട് ജമാഅത്തേര് തെരുവ് നാടകം കാണിച്ചിട്ട് എന്ത് ചെയ്യണത്? തൗഹീദ് ഇങ്ങനെ വളർത്തുന്നത് തെരുവ് നാടകത്തു കൂടി. ഇബ്രാഹിം നബി ഈസാ നബി ഒക്കെ തെരുവില് നാടകം കളിച്ച മനുഷ്യന്മാരാണല്ലോ. ജമാഅത്തേരെ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. ഓളെ സംബന്ധിച്ചിടത്തോളം ഓൽക്കത്ത് നയം, ഓൽക്കെന്താ ആദർശം, അവരൊപ്പം കൂടി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇവരെ പുതിയ മുഷാവറ മെമ്പറായി തീർന്നിട്ടുള്ള വലിയ കോജ വരുമ്പൊക്കെ തക്ബീറല്ലേ കൊണ്ടിറക്കണം നിങ്ങള്. ആ മനുഷ്യൻ പറയുന്നത് കേട്ടോ നിങ്ങള്, ദാറുൽ ഹുദ സിനിമക്ക് അനുകൂലമുള്ള ഒരു സ്ഥാപനമാണ്. ഈ മനുഷ്യൻ അപ്പുറത്തേക്ക് പോയതോടുകൂടെ ദാറുൽ ഹുദയിൽ ഫുള്ള് ഖുർആനോത്ത് മാത്രമേ ഉള്ളൂ. നോക്കണം നിങ്ങള്, എന്താ ഇതിന്റെയൊക്കെ കഥ. ഇപ്പൊ ഇവിടുത്തെ SK വിചാരിക്കുന്നുണ്ടാവും, എന്ത് വണ്ടിമേലേക്ക് അച്ഛൻ ഇവിടെ തന്നെ കൊടുത്ത് കൂടിയിരുത്തിന്ന് അല്ലേ? അയാള് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അവിടുത്തെ ആ സ്ഥാപനം ഉണ്ടാക്കി വരുന്ന ഒരു പുതിയ സംസ്കാരമുണ്ട്. ആ സംസ്കാരം സിനിമക്ക് അനുകൂലമാണ്, സീരിയലുകൾക്ക് അനുകൂലമാണ്, ഇതുപോലെയുള്ള ആസ്വാദനങ്ങൾ എന്ന പേരിൽ വരുന്ന കോമഡി ഷോ അടങ്ങുന്ന എല്ലാറ്റിനും അനുകൂലമാണ്. ഉദാഹരണമായി ഞാൻ കണ്ടോ, വിശദീകരണം ഇനിയും വരുന്നുണ്ട്, സന്ദർഭോചിതമായി കാണിക്കാം. അപ്പൊ എന്തൊക്കെ? അവിടെ റിയാലിറ്റി ഷോക്ക് അവരനുകൂലാണ്, അവിടെ സിനിമക്ക് അനുകൂലാണ്, അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ആ സ്ഥാപനത്തിനെതിരെ ഇയാൾ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. ഈ മനുഷ്യൻ അപ്പുറത്തേക്കാണ് പോകുമ്പോ തന്നെ ഒക്കെ മാറി, ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തേക്കാണ് പോയപ്പോ ഇതൊക്കെ ശരിയാക്കി. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞൊക്കെ വിശ്വസിക്കണം. എന്താണ് ഇതിലൊക്കെ കഥ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തിന്റെ വരുമാനം ഏതാണെന്നറിയോ? അത് മറക്കരുത്, ഈ സദസ്സിലുള്ള ഉമ്മത്ത് മറക്കരുത്. പാവപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പയുടെ ദർഗയിൽ വെച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടികളിൽ പാവപ്പെട്ട മുസ്ലിം പുകരിക്കേണ്ടി നേർച്ച നേരുന്ന പണമെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിക്കും ഷിയാക്കൾക്ക് വേണ്ടിയിട്ടും ഓശാന പാടുന്ന ഈ ഡോക്ടറുണ്ടല്ലോ, ചേളാരി സമസ്ത മറുപടി പറഞ്ഞേ പറ്റൂ അയാളെ പോക്കെങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പുറത്തൊക്കെ പോയിട്ട് ആ പെട്ടിയിൽ പൈസ ഉള്ള ആൾക്കാർ ചിന്തിച്ചോളിയും, ഒന്നുങ്ങ ഷിയാക്കടുത്തൊക്കെ പോണ്, അല്ലെങ്കിൽ ജമാഅത്തേക്ക് പോണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ഇങ്ങനത്തെ കുട്ടികൾ ആലോചിച്ച് നോക്കേണ്ട വിഷയം. ഞാൻ ഗൗരവമായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കില്ലല്ലോ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.